നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലവട്ടെ. ഇന്ന് നമ്മളൊരു മ്യൂസിയത്തിലാണ് വന്നിരിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിലുള്ള ഒരു ആർട്ട് മ്യൂസിയം വിത്ത് ലവ്. ഇന്ന് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ചെറുതായിട്ട് നമുക്ക് കാണാം അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്കൊരു വിശാലമായ ഒരു സ്ഥലമുണ്ട് കേട്ടോ, ചെറിയ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. ഭിത്തി മനോഹരമായിട്ട് പല മഹാന്മാരുടെയും വാക്യങ്ങൾ കോട്ട് ചെയ്തിട്ടുള്ള ഒരു ഭിത്തിയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. ഒരു ചെറിയ സ്റ്റേജും ഇവിടെയുണ്ട്. മനോഹരമായിട്ട് ഇരിപ്പിടങ്ങളുണ്ട്. നല്ലൊരു കാം ആൻഡ് ക്വയറ്റായ ഒരു അന്തരീക്ഷമാണ്. തൊട്ടപ്പുറത്ത് ഹൈവേ പോകുന്നുണ്ടെങ്കിലും നല്ല ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. റിസപ്ഷനും ഒരു ചെറിയ കഫ്റ്റീരിയയോടും കൂടിയതാണ് ഈ ഭാഗങ്ങളൊക്കെ കേട്ടോ. ഇവിടെ ബോൺസായും നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നമ്മുടെ എൻട്രൻസ് ഇവിടെയാണ് കേട്ടോ. 150 രൂപയാണ് എൻട്രൻസ് ഫീസ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കാണാം. ഉള്ളിൽ ഫോട്ടോ അനുവദീയമല്ല. അപ്പോൾ പുറത്തുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുക. അതിലുള്ള ഞാൻ വിശദീകരിക്കും. ഇവിടെ മനോഹരമായിട്ട് കുറച്ച് നമ്മുടെ ഗാലറിക്ക് പുറത്തുള്ള പ്രദർശനമാണ് കേട്ടോ. എൻട്രൻസ് ഭാഗം ഇതാണ് കേട്ടോ. ഇവിടെ ടോയ്ലറ്റ്, ഗിഫ്റ്റ് ഷോപ്പ്, ഗാർഡൻ, എൻട്രൻസ് പാസ് ഉണ്ട്. ഗാലറിയൊക്കെ ഈ ഭാഗത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ബോൺസായി വൃക്ഷങ്ങൾ വെച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ കോമ്പൗണ്ട്. രണ്ട് നിലകളിലായിട്ടാണ് നമ്മൾ മ്യൂസിയം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു വ്യൂ ആണ്. വളരെ തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിലാണ് കേട്ടോ മ്യൂസിയം. നമ്മൾ കൊടകരയിൽ നിന്ന് നമസ്കാരം. ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയം പുറത്ത് എഴുതി വെച്ച് കണ്ടപ്പോൾ എല്ലാവരും ആകർഷിക്കും. പക്ഷേ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. അത് ലോകത്തിലാദ്യമായി ആർട്ട് മ്യൂസിയം ലവ്, സ്നേഹത്തിൻ്റെ ഒരു മ്യൂസിയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സാറൊന്ന് വിശദീകരിക്കാമോ? ഓക്കെ. നമ്മൾ ലോകത്തിൽ പലതരത്തിലുള്ള മ്യൂസിയങ്ങൾ എല്ലാവരും കണ്ടു കാണും. ഇപ്പോൾ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ടുണ്ട്, ടെക്നോളജി ഉണ്ട്, സയൻസ് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള മ്യൂസിയങ്ങളുണ്ട്. അതുപോലെ കലാ മ്യൂസിയങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു സ്നേഹം എന്ന് പറയുന്ന ഒരു ആശയത്തിന് വേണ്ടി മാത്രമായിട്ടൊരു കലാ മ്യൂസിയം എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ് ഈ ലോകത്തിൽ തന്നെ ഉള്ളത്. മറ്റൊന്ന് രണ്ട് ലവ് മ്യൂസിയങ്ങളുണ്ട്. അത് പക്ഷേ ഇങ്ങനത്തെ ഒരു ആർട്ട് മ്യൂസിയങ്ങളല്ല, മറ്റ് രീതിയിലുള്ള മ്യൂസിയങ്ങളാണ്. അപ്പോൾ ഈ ഒരു ആശയം പണ്ട് മുതലേ മനസ്സിലുണ്ട്. ഒരു 10-25 കൊല്ലമായിട്ട് ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു വിഷയത്തെ അധിഷ്ഠിതമായിട്ട് ചിത്രകല, അതായത് പെയിൻറ്റിങ്സും, ഡ്രോയിങ്സ്, ശില്പങ്ങൾ, ടെക്സ്റ്റൈല്, പിന്നെ അങ്ങനത്തെ എല്ലാ രീതിയിലുള്ള കലാവസ്തുക്കളും ഫോട്ടോഗ്രാഫ്സും ഒക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു 10-25 വർഷത്തെ ഒരു ശേഖരമാണ് ഇപ്പോൾ ഈ ഒരു മ്യൂസിയത്തിൻ്റെ രൂപത്തിൽ ഇവിടെ വെച്ചിട്ടുള്ളത്. അത് വളരെ അമൂല്യമായിട്ടുള്ള പല കലാവസ്തുക്കളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളത് ഇവിടെ കാണാവുന്ന രീതിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതും ഒരു അന്താരാഷ്ട്ര മ്യൂസിയങ്ങൾ നിലവാരത്തിൽ പ്രദർശിപ്പിക്കുന്ന രീതിയിലാണ് ഇതൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലെ തന്നെ പരമ്പരാഗത കലാരൂപങ്ങളിൽ കേരളം മുതൽ ഇന്ത്യയുടെ ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് നിലനിൽക്കുന്ന ട്രൈബൽ ആർട്ട്, അതായത് ഗോത്രകലകളുടെ ഒരു വലിയൊരു ശേഖരമുണ്ട്. അവർ പല കലാകാരന്മാരും ഈ സ്നേഹത്തെ അധിഷ്ഠിതമായിട്ട്, സ്നേഹമാണല്ലോ എല്ലാ കാലത്തും കലാകാരന്മാരെ ഏറ്റവും കൂടുതൽ ഉത്തേജിപ്പിച്ചിട്ടുള്ള ഒരു ആശയം. അപ്പോൾ അവരെല്ലാം ചെയ്ത വളരെ മനോഹരമായിട്ടുള്ള, ജീവിതത്തിൽ ഒരിക്കലും കണ്ടിരിക്കേണ്ട കലാസൃഷ്ടികൾ ആണ് ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചത്. പ്രത്യേകിച്ച് കുട്ടികളാണത് കാണേണ്ടത്. അത് സ്നേഹത്തിൻ്റെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലൊക്കെ ചെലുത്തുന്ന ഒരു സ്വാധീനത്തെക്കുറിച്ച് ഉള്ളൊരു ബോധം കുറഞ്ഞു വരുന്നൊരു കാലത്താണ്, സ്നേഹത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വരുന്നൊരു കാലത്താണ് നമ്മളത് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരമൊരു മ്യൂസിയത്തിന് കാണുകയും പോവുകയും അവിടുത്തെ കലാസൃഷ്ടികൾ കാണുകയും കുട്ടികൾ മറ്റുള്ളവർക്ക് മാനസികമായിട്ടുള്ളൊരു ഉയർച്ച നേടുകയും വേണം എന്നുള്ളൊരു വിചാരത്തിലാണ് ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങിയത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സാറ് ബേസിക്കായി ഒരു ആർട്ടിസ്റ്റല്ല, അതായത് മെഡിക്കൽ ഫീൽഡിൽ ഇപ്പോഴും സജീവമായി ഇരിക്കുന്ന ഡോക്ടറാണ്. ഇത് രണ്ടും എങ്ങനെ കൊണ്ടു നടക്കുന്നു, അതായത് ഇതൊരു നല്ലൊരു വിപുലമായ ഒരു ആശയം
കൊണ്ടു നടക്കാനായിട്ട് ഈ തിരക്കിനിടയിൽ പറ്റുണ്ടോ എന്നാണ് എനിക്കൊരു കഴിഞ്ഞൊരു 30 കൊല്ലമായിട്ട് ഒരു മെഡിക്കൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അപ്പോൾ പലപ്പോഴും നമ്മുടെ ആരോഗ്യവും കലയും തമ്മിൽ വളരെ വലിയൊരു ബന്ധമുണ്ട്. നമുക്ക് മരുന്നുകൾ കൊണ്ട് ഒരാളെ ചികിത്സിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ അസുഖങ്ങൾ നമുക്ക് കുറേ ശരിയാക്കാൻ പറ്റും. പക്ഷെ കല ചെയ്യുന്നത് മാനസികമായിട്ടുള്ളൊരു ചികിത്സയാണ്. ഉയർത്തുക, മനസ്സിൻ്റെ സൗഖ്യം കൂട്ടുക, ഒരു പോസിറ്റീവ് ഇമോഷൻസ് മനസ്സിലുണ്ടാക്കുക, അങ്ങനത്തെ കുറേ ധർമ്മങ്ങളാണ് കല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെഡിസിനും കലയും തമ്മിൽ നമുക്ക് വേർപ്പെടുത്താൻ പറ്റാത്തൊരു ബന്ധമുണ്ട്. ഞാൻ കുട്ടിക്കാലം മുതൽ തന്നെ ചിത്രകലയും അതുപോലെ വരകളും ശില്പങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരാളാണ്. പിന്നീട് ഒരു 1995 തൊട്ടൊക്കെ ഫോട്ടോഗ്രാഫിയുടെ രംഗത്തും വളരെ സജീവമായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ്. അങ്ങനെയാണ് ഇത് രണ്ടും കൂടെ ചേർത്തുള്ള ഒരാശയമുണ്ട്. ഇതിനു മുമ്പ് തന്നെ കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ട് ഫോട്ടോ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് വേറൊരു മ്യൂസിയം നമ്മുടെ അടുത്ത് തന്നെ ചുങ്കാൽ എന്നുള്ള സ്ഥലത്ത് നിലനിൽക്കുന്നുണ്ട്. അത് ഫോട്ടോഗ്രാഫിയുടെ മാത്രം ഒരു മ്യൂസിയമാണ്. അതും എല്ലാവരും ഒന്ന് കാണേണ്ടതാണ്. അങ്ങനെ അത് ഫോട്ടോഗ്രാഫിയും ഇത് മറ്റു കലകളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഇത്തരത്തിലുള്ള നമ്മൾ തികച്ചും ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഇതുപോലെ ഒരു കൺസെപ്റ്റ് വെച്ചപ്പോൾ ജനങ്ങളുടെ, അതായത് വളരെ വേഗത കൂടിയൊരു ജീവിതം, ഈ ആർട്ട് മ്യൂസിയമൊക്കെ കാണാനുള്ള ജനങ്ങളുടെ സമീപനം എങ്ങനെയാണെന്ന് അറിഞ്ഞോളാം. അത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ പൊതുവെ ഭൂരിപക്ഷം ആളുകൾക്കും കലയോടുള്ളൊരു ആഭിമുഖ്യം കുറച്ച് കുറവാണ്. അത് കുറ്റപ്പെടുത്തലല്ല, അങ്ങനെയാണ്. അത് ചിലപ്പോൾ ഒരു വേഗത കൂടി ജീവിതമായതുകൊണ്ട് ആ മൊബൈലിലോ അല്ലെങ്കിൽ മറ്റുള്ള നെറ്റിൽ മാത്രം കയറിയോ ഇറങ്ങുന്ന ഒരു ജീവിതത്തിൽ ഇതുപോലെ ഒരു വിശാലമായ ഒരു ആശയത്തിന് കൂടി യോജിച്ച് പോകുന്ന ജനങ്ങൾ കുറഞ്ഞോ എന്ന് സാറിന് തോന്നിയിട്ടുണ്ട്? അതങ്ങനെ ഉണ്ട് വാസ്തവത്തിൽ. അത് പക്ഷേ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. ഇപ്പോൾ വാസ്തവത്തിൽ സന്ദർശകർ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇല്ലെങ്കിൽ പോലും വളരെ നല്ല കുറച്ച് ആൾക്കാർ വന്ന് കാണുകയും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടിയും പക്ഷേ ആളുകൾ, സാധാരണക്കാരൊക്കെ വന്ന് കാണേണ്ടതാണ്. കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് മാനസികമായിട്ടുള്ളൊരു ഉയർച്ച ഉണ്ടാവും എന്നുള്ളൊരു സംശയമില്ല. അത് മാത്രമല്ല, മാനസികമായിട്ടുള്ള അവരുടെ ഒരു ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതത്തിനും കൂടെ കല വളരെ പ്രധാനം. തീർച്ചയായും എല്ലാവരും വന്ന് കാണണം എന്നാണ് ഞാൻ പറയാനുള്ളത്. കാരണം ഇപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ എത്ര കാലം എഴുതി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 മാസത്തോളമായിട്ടോ തുടങ്ങിയിട്ടേ ഉള്ളൂ. ശൈശവ ദിശയിലാണ് ശരിക്കും. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള കളക്ഷനൊക്കെ സാറ് പുറത്തൊന്നും എല്ലാം എങ്ങനെയാണ്? കളക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 25 കൊല്ലമായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പിന്നിൽ ഒരു വലിയൊരു പ്രയത്നം പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് പെട്ടെന്നൊരു അന്തരീക്ഷത്തിൽ നിന്ന് വരുന്നതല്ല. കാരണം പുരാവസ്തു ആയിട്ട് ബന്ധപ്പെട്ടതും സാർ പറഞ്ഞ പോലെ കൾച്ചറായിട്ട് ബന്ധപ്പെട്ടതും പല കാര്യങ്ങളുടെ ഒരു വലിയൊരു കളക്ഷൻ തന്നെയാണ്. വലിയൊരു കളക്ഷൻ. ഇന്ത്യ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലത്തെ ഏതാണ്ട് എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള കലാരൂപങ്ങളുണ്ട്. ഇന്ത്യയുടെ കണ്ടംപററി ആർട്ടിൻ്റെ രൂപങ്ങളുണ്ട്. അതുപോലെ ഇന്ത്യക്ക് പുറത്തുനിന്നാണെങ്കിൽ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നൊക്കെയുള്ള കലാരൂപങ്ങളുണ്ട്. ഇതൊക്കെ നമുക്കൊരു വളരെ ഒരു ചെറിയ ചെലവിൽ വന്ന് കാണാവുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ നാട്ടിൽ തന്നെ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു ആശയം. ഒരു മ്യൂസിയം സംസ്കാരം നമ്മുടെ ആളുകൾക്ക് വളർന്നു വരേണ്ടതുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ തൃശ്ശൂർ തന്നെയുള്ള എത്രയോ മ്യൂസിയങ്ങളുണ്ട്. അത് തന്നെ നമ്മൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? വളരെ കുറച്ച് പേരെ കണ്ടു കാണും. അങ്ങനെ നമ്മുടെ ചരിത്രം, നമ്മുടെ വേരുകളാണ് ഈ മ്യൂസിയം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ചരിത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ പ്രത്യേകിച്ചും കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ. ഓക്കെ, താങ്ക് യു സാർ. നമ്മൾ ജസ്റ്റ് തീർച്ചയായും എല്ലാവരെയും ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാരണം അത്രയും ഒരു എലാബറേറ്റഡായ ഒരു സബ്ജക്റ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. താങ്ക് യു സാർ.